വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വിസ ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ പുതുക്കാൻ അപ്ലൈ ചെയ്യുമ്പോൾ പലർക്കും റിജക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ആണ് നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മെസ്സേജ് എല്ലാവരിലും എത്തിക്കുക. അപ്പോൾ ഇപ്പോൾ സെയിം ഒരു ജോബിലിരിക്കുന്നവർ, ഇപ്പോൾ സപ്പോസ് ഞാൻ കേരള വിസയിലാണെന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ സെയിം ലെവലിലുള്ള ഒരാളും ഞാനും കേരള വിസയ്ക്ക് അപ്ലൈ ചെയ്തു. എനിക്ക് കിട്ടി, മറ്റേ ആൾക്ക് കിട്ടിയില്ല. എല്ലാവരും എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴും എല്ലാം സിമിലർ ആണ്. പക്ഷേ ഒരാൾക്ക് കിട്ടി, ഒരാൾക്ക് റിജക്റ്റ് ആയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ് ഇപ്പോൾ വിസ പ്രൂവ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ ആര് പോയിന്റ് മീറ്റ് ചെയ്യുന്നു അവർക്ക് കൊടുക്കും, അല്ലാത്തവർക്ക് കിട്ടത്തില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ച് പോയിന്റ് അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ വിസ റിന്യൂ ആകത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരിലും മെസ്സേജ് എത്തിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.